അധ്യായം 1 രാത്രി 9 മണിയുടെ രഹസ്യം. പാലക്കാടിലെ ഒരു പഴയ അപാർട്ട്മെന്റിൽ താമസിക്കുകയായിരുന്നു അർജുൻ. പുതിയ ജോലിയുടെ ഭാഗമായി ആ നഗരത്തിലേക്ക് താമസം മാറിയതായിരുന്നു. അവന്റെ ഫ്ളാറ്റിന്റെ എതിർവശത്തുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ എല്ലാ ദിവസവും കൃത്യം രാത്രി 9 മണിക്ക് ഒരു പെൺകുട്ടി വരും. വെള്ള നിറമുള്ള ചുരിദാർ, കയ്യിൽ ഒരു കപ്പ് ചായ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അവൾ ഏകദേശം അരമണിക്കൂർ നിൽക്കും. പിന്നെ മിണ്ടാതെ താഴേക്ക് പോകും. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. ആ കാഴ്ച അർജുന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അധ്യായം 2 ആദ്യ സംഭാഷണം. ഒരു ദിവസം വൈദ്യുതി പോയി. അപാർട്ട്മെന്റ് മുഴുവൻ ഇരുട്ടിലായി. അർജുൻ മേൽക്കൂരയിലേക്ക് കയറി. അവിടെയും ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നക്ഷത്രങ്ങളെ കാണാനാണോ വന്നത്? അർജുൻ ചിരിച്ചു. അല്ല, നക്ഷത്രങ്ങളെ ദിവസവും നോക്കുന്ന ആളെ കാണാൻ. അവൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ ദിയ. ഞാൻ അർജുൻ. ആ ഇരുട്ടിൽ ഒരു സൗഹൃദം ജനിച്ചു. അധ്യായം 3 9 മണിയുടെ പതിവ്. അതിനുശേഷം ഓരോ ദിവസവും രാത്രി 9 മണിക്ക് അവർ മേൽക്കൂരയിൽ കാണും. ചായ കുടിക്കും. ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. ദിയയ്ക്ക് ആകാശം ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ പറയും, നക്ഷത്രങ്ങൾ ഒരിക്കലും നമ്മളെ വിധിക്കില്ല. നമ്മൾ എത്ര വിഷമിച്ചാലും അവ അതേപോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. അർജുൻ അവളെ നോക്കിക്കൊണ്ടിരിക്കും. അവന്റെ ജീവിതത്തിലും ഒരു നക്ഷത്രം തെളിഞ്ഞതുപോലെ തോന്നി. അധ്യായം 4 പറയാത്ത വേദന. ഒരു ദിവസം അർജുൻ ശ്രദ്ധിച്ചു. ദിയയുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞ സങ്കടവും. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അവൾ പുഞ്ചിരിച്ചു. എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ എല്ലാവരും പറയാറില്ല. അധ്യായം 5 മഴയുള്ള രാത്രി. ഒരു രാത്രി, ശക്തമായ മഴ. അർജുൻ വിചാരിച്ചു, ഇന്ന് ദിയ വരില്ല. പക്ഷേ കൃത്യം 9 മണിക്ക് അവൾ മേൽക്കൂരയിൽ എത്തി. മഴ നനഞ്ഞുകൊണ്ട്. ഭ്രാന്താണോ? അർജുൻ ചോദിച്ചു. ദിയ ചിരിച്ചു. ചില വാഗ്ദാനങ്ങൾ മഴ കാരണമായി മുടക്കാൻ പാടില്ല. അധ്യായം 6 ജന്മദിനം. ദിയയുടെ ജന്മദിനം. അർജുൻ ചെറിയൊരു കേക്ക് വാങ്ങി. മേൽക്കൂരയിൽ മെഴുകുതിരി തെളിച്ചു. ദിയയുടെ കണ്ണുകൾ ദിയയെ സ്നേഹിക്കുന്നു. അധ്യായം 7 സത്യം. അടുത്ത ദിവസം ദിയ വന്നില്ല. 2ാം ദിവസവും ഇല്ല. 3ാം ദിവസം അർജുൻ അവളുടെ ഫ്ളാറ്റിലേക്ക് പോയി. വാതിൽ തുറന്നത് അവളുടെ അച്ഛനായിരുന്നു. ദിയ. വയോധികൻ നിശബ്ദനായി. ശേഷം പതുക്കെ പറഞ്ഞു, മോനെ, ദിയ ആശുപത്രിയിലാണ്. അർജുൻ ഞെട്ടി. അധ്യായം 8 ആശുപത്രി. ആശുപത്രിയിൽ ദിയ കിടക്കുകയായിരുന്നു. അവളുടെ തലയിൽ മുടിയില്ല. കീമോതെറാപ്പിയുടെ അടയാളങ്ങൾ. അവൾ അർജുനെ കണ്ടപ്പോൾ ചിരിച്ചു. ഇങ്ങനെ കാണാൻ നീ ആഗ്രഹിച്ചിരുന്നില്ല. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ പറഞ്ഞില്ലേ? ദിയ ശാന്തമായി മറുപടി പറഞ്ഞു. ഞാൻ ഒരു രോഗമായി ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിച്ചില്ല. ഒരു സന്തോഷമായി മാത്രം. അധ്യായം 9 നക്ഷത്രങ്ങളുടെ വാഗ്ദാനം. ആ രാത്രി ആശുപത്രിയുടെ മേൽക്കൂരയിൽ ഇരുവരും നിന്നു. ദിയ ആകാശത്തേക്ക് നോക്കി. ഞാൻ ഇല്ലാതായാൽ? അർജുൻ അവളുടെ വാക്ക് മുറിച്ചു. അങ്ങനെ പറയരുത്. അവൾ ചിരിച്ചു. കേൾക്കൂ, ഞാൻ ഇല്ലാതായാൽ രാത്രി 9 മണിക്ക് ആകാശത്തേക്ക് നോക്കണം. ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രം ഞാനായിരിക്കും. അധ്യായം 10 ഒരു വർഷത്തിനു ശേഷം. ഒരു വർഷം കഴിഞ്ഞു. രാത്രി 9 മണി. അർജുൻ അതേ മേൽക്കൂരയിൽ നിന്നു. കയ്യിൽ ഒരു കപ്പ് ചായ. ആകാശം മുഴുവൻ നക്ഷത്രങ്ങൾ. അവൻ പതുക്കെ പറഞ്ഞു, ദിയ, ഇന്ന് ഞാൻ ചിരിക്കാൻ പഠിച്ചു. നീ പഠിപ്പിച്ചതുപോലെ. അപ്പോൾ
ഒരു ചെറിയ ഉൽക്ക ആകാശത്തിലൂടെ കടന്നുപോയി. അർജുൻ പുഞ്ചിരിച്ചു. നീ കേൾക്കുന്നുണ്ടല്ലേ? 5 വർഷങ്ങൾക്ക് ശേഷം അർജുൻ ഒരു ചെറിയ അനാഥാലയം തുടങ്ങി. അതിന്റെ പേര് ദിയ. അവിടെ ഓരോ കുട്ടിക്കും അവൻ ഒരു കാര്യം പഠിപ്പിക്കും. ജീവിതം എത്ര ചെറുതായാലും സ്നേഹം അതിൽ നിറച്ചാൽ അത് ഒരിക്കലും അവസാനിക്കില്ല. ആ രാത്രി കുട്ടികളോടൊപ്പം അവൻ മേൽക്കൂരയിൽ നിന്നു. ഒരു കുഞ്ഞ് ചോദിച്ചു, ചേട്ടാ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നക്ഷത്രം ഏതാണ്? അർജുൻ ആകാശത്തിലെ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രത്തിലേക്ക് വിരൽ ചൂണ്ടി. അതെ. അവൻ പുഞ്ചിരിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥയാണ്. പുറത്ത് തണുത്ത കാറ്റ് വീശി. ആകാശത്ത് 1000 നക്ഷത്രങ്ങൾ തിളങ്ങി. അവസാനം